പുണ്യങ്ങളാൽ പവിത്രമായ റംസാൻ മാസത്തിലെ അവസാന വേളയിൽ വ്രതശുദ്ധിയോടെ വിശ്വാസികൾ ആരാധനയിൽ മുഴുകി. മനസ്സും ശരീരവും പാപമുക്തമാകുന്ന വ്രതത്തിന്റെ 25ാം നാളിലെത്തിയ വെള്ളിയാഴ്ചയിൽ ആരാധനാലയങ്ങളിൽ വിശ്വാസികളാൽ തിങ്ങി നിറഞ്ഞു. റംസാൻ മാസത്തിന്റെ പുണ്യം നുകർന്ന വിശ്വാസികൾ സഹനത്തിന്റെ സന്ദേശം കൂടി കൈമാറിയാണ് പള്ളിയിൽ നിന്ന് മടങ്ങിയത്. വിശ്വാസികൾക്ക് ഏറ്റവും പുണ്യമേറിയ ദിനമാണ് വെള്ളി. അത് റംസാനിലേതാകുമ്പോൾ പുണ്യം ഇരട്ടിയാകും. വ്രതശുദ്ധിയുടെ നാളുകളിലെ അവസാന വെള്ളിക്ക് പ്രത്യേകത ഏറെയാണ്. പള്ളികളും വീടുകളും പ്രാർത്ഥനാമുഖരിതമാകുന്ന മണിക്കൂറുകൾ. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റംസാൻ അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ന് വിശ്വാസികൾ പള്ളികളിലേക്ക് ഒഴുകിയെത്തി. വെള്ളിയാഴ്ച പള്ളികളിൽ ഉച്ചയ്ക്ക് നടക്കുന്ന കുത്തബ പ്രസംഗത്തിനും ജുമാ നമസ്കാരത്തിലും പങ്കെടുക്കുന്നവർക്ക് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ കൂടുതൽ സൗകര്യമൊരുക്കി നൽകി. നമസ്കാരത്തിന് മുമ്പുള്ള കുത്തബ പ്രസംഗത്തിൽ ഇമാമുമാർ റംസാൻ മാസത്തിന് സലാം പറയും. അടുത്ത വർഷങ്ങളിലും റംസാൻ നോമ്പിൽ പങ്കാളികളാകാൻ കഴിയണേ എന്ന പ്രാർത്ഥന നടത്തിയാണ് വിശ്വാസികൾ പള്ളികളിൽ നിന്ന് മടങ്ങിയത്. പുണ്യമാസത്തോട് വിട പറയുന്നതിന്റെ ദുഃഖവും ഈ ദിനത്തിൽ വിശ്വാസികളിലുണ്ടാകും. അവസാന വെള്ളിയാഴ്ചയും 27ാം രാവിനും പെരുന്നാളിനും ഇടയിലുള്ള ദിവസങ്ങളായതോടെ നിർബന്ധിത ദാനമായ സക്കാത്തിലേക്ക് കൂടുതലായി വിശ്വാസികൾ കടക്കും. കോഴിക്കോട് മർക്കസ് പള്ളിയടക്കമുള്ള പള്ളികളിൽ റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിൽ നിസ്കരിക്കാനായി എത്തിയവർക്ക് സ്ഥലം തികയാത്തതിനാൽ റോഡിൽ പേപ്പർ വിരിച്ചാണ് പലരും നിസ്കാരം നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.